എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് എൻ്റെ മാമൻ്റെ മോൻ ആദുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്, 4ാമത്തെ ബർത്ത്ഡേ ആണ്. അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാതെ ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. ഒരു കുഞ്ഞ് സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾ കൊടുത്തത്. ഇതെൻ്റെ അമ്മാമ്മ വീടാണ്. ഇന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇനി ആദുക്കുട്ടൻ്റെ അംഗനവാടിയിൽ സ്വീറ്റ്സ് കൊടുക്കാൻ പോവാം. തുമ്പി കാണാനില്ലല്ലേ? ഭയങ്കര വെയില്. അങ്ങനെ ഞങ്ങൾ അംഗനവാടി ചെന്നപ്പോൾ ആദ്യക്കുട്ടിന് ഗിഫ്റ്റൊക്കെ കിട്ടി. എന്നിട്ട് ഞങ്ങൾ അംഗനവാടിയിൽ നിന്ന് വീട്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സെലിബ്രേഷന് ബലൂണൊക്കെ വീർപ്പിക്കുകയായിരുന്നു. ഞാനും ആദ്യക്കുട്ടനും അമ്മയും മാമയും കൂടെ ആയിരുന്നു സെലിബ്രേഷന് ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്തത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആദ്യക്കുട്ടൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും കുഞ്ഞിയൊക്കെ വന്നു, മുത്തശ്ശിയും വന്നു. അങ്ങനെ അവനും ഗിഫ്റ്റൊക്കെ കിട്ടി. സ്റ്റഡി ടേബിളാണ് കിട്ടിയത്. അപ്പോഴേക്കും ആൾ ഡബിൾ ഹാപ്പി ആയിട്ടോ. അങ്ങോട്ട് വരുമെന്ന് ബർത്ത്ഡേ ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്ക് ആളുടെ മട്ടും ഭാവമൊക്കെ മാറി കേട്ടോ. പിന്നെ മൊത്തത്തിലൊരു ഫോട്ടോഷൂട്ടും ബഹളമൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റിക്കൊക്കെ എടുത്ത് വെച്ച് മൊത്തത്തിൽ ഒരു ക്രിസ്മസ് മൂഡായിരുന്നു ആൾക്ക്. അങ്ങനെ കേക്ക് കെട്ടാനുള്ള ടൈമായി കേട്ടോ. ആൾ വന്ന് കേക്ക് വെച്ചപ്പോഴേ വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് കാണാം. അങ്ങനെ കേക്ക് കട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് വിതരണയ്ക്കുമായിരുന്നു. ഞങ്ങളും അങ്ങോട്ടും കൊടുത്തു. അങ്ങനെ ഇനി അമ്മയാണ് കൊടുക്കുന്നത്. പ്ലേറ്റ് കിട്ടുന്നുണ്ടോ? പിന്നെ വന്ന് കൊടുത്താ അത് കൊടുത്തല്ലേ നമ്മൾ കൊടുത്താ എൻ്റെ കൊണ്ട്
അങ്ങനെ നിന്ന് എൻ്റെ കാല് കഴിച്ച് ഞാൻ പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിയതിന് ശേഷം ഫുഡ് കഴിക്കുകയായിരുന്നു. ഞാനും അതുകൊണ്ടും എൻ്റെ മാമിയും കൂടെ ആയിരുന്നു ഫുഡ് കഴിച്ചത്. അമ്മ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അമ്മയും അച്ഛനും പിന്നെയാണ് കഴിക്കുന്നത്. എപ്പോഴും കൈ വന്നത് എൻ്റെ അമ്മാമ്മയുടെ കഴിക്കാനുള്ള ഫുഡ് ഇടിയപ്പവും പൊറോട്ടയും ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും ആയിരുന്നു. പിന്നെ സലാഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം അമ്മയും അച്ഛനും കൂടെ ആയിരുന്നു ഇരുന്ന് കഴിക്കുന്നത്. അങ്ങനെ ചേട്ടൻ്റെ ടൂണിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മാമ്മ അവിടെ ബലൂണൊക്കെ ഇരുന്ന് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരോടും പറയുന്നത് പൊട്ടിക്കാൻ പറ്റുന്നില്ല, ഞാൻ എത്ര ഇരുന്നിട്ട് പൊട്ടാൻ പഠിക്കുന്നു. കാണും. അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷനും ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ്. എല്ലാവരോടും യാത്ര പറയുന്ന തിരക്കിലാണ് ഞങ്ങൾ. തുമ്പി വരും കുറച്ച് പറക്കേണ്ട എടുക്കാൻ റോഡി വരെ പോയി. എവിടെ കൊണ്ടുപോവാ? റോഡിൽ പോവില്ലേ? റോഡിൽ പോവല്ലേ? പോവാ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗ് അവസാനിച്ച്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ.